Welcome, my dear friends. How are you? Today, let's learn a very famous and powerful speech from the play Julius Caesar, written by the great playwright William Shakespeare. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മഹാനായ നാടകകൃത്തായ വില്യം ഷേക്സ്പിയർ എഴുതിയ ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ നിന്നുള്ള പ്രസിദ്ധമായ ഒരു ഭാഗം പഠിക്കാം. This speech is not a poem in the usual sense, but it is written in beautiful lines that sound like poetry. സാധാരണ അർത്ഥത്തിൽ കവിതയല്ലെങ്കിലും അതിന്റെ വരികൾ കവിത പോലെ മനോഹരങ്ങളാണ്. It's a part of a funeral speech delivered by Mark Antony, one of Caesar's close friends. ഇത് ജൂലിയസ് സീസറിന്റെ സുഹൃത്ത് മാർക്ക് ആന്റണി സീസറിന്റെ ശവസംസ്കാര ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമാണ്. Let's enjoy the richness of Shakespeare's language and understand the deep emotions in his speech. നമുക്ക് ഷേക്സ്പിയറിന്റെ ഭാഷയുടെ സൗന്ദര്യവും അതിൽ ഉള്ളതായ ആഴമുള്ള വികാരങ്ങളും ആസ്വദിക്കാം. Now let's move on to let's read and enjoy. When William Shakespeare's well-known history play Julius Caesar opens, Caesar is one of the triumvirs who ruled Rome. When the famous play Julius Caesar by Shakespeare begins, Caesar is one of the three rulers of Rome. വില്യം ഷേക്സ്പിയറിന്റെ പ്രസിദ്ധമായ ചരിത്ര നാടകമായ ജൂലിയസ് സീസർ തുടങ്ങുമ്പോൾ സീസർ റോമിനെ ഭരിക്കുന്ന 3 ഭരണാധികാരികളിൽ ഒരാളാണ്. ട്രയംവേഴ്സ് മീൻസ് 3 പേരടങ്ങുന്ന ഭരണസംഘം. He is assassinated in the Capitol by a band of conspirators led by his bosom friend Brutus. Caesar is killed in the Capitol by a group of plotters and their leader is Brutus, who was his close friend. സീസറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ബ്രൂട്ടസിന്റെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനക്കാരുടെ സംഘമാണ് ക്യാപിറ്റോളിൽ സീസറെ വധിച്ചത്. അസാസിനേറ്റഡ് വധിക്കപ്പെട്ടു. കോൺസ്പിറേറ്റേഴ്സ് ഗൂഢാലോചനക്കാർ. ബൂസം ഫ്രണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്. ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ദ ആക്ട് ഇൻ എ ഷോർട്ട് ബട്ട് ഇഫക്റ്റീവ് സ്പീച്ച് ദാറ്റ് അപ്പിയേഴ്സ് ടു കൺവിൻസ് ദ റോമൻ സിറ്റിസൺസ്. After the killing, Brutus gives a short but powerful speech explaining why they killed Caesar, and it seems to convince the Roman people. സീസറിനെ വധിച്ചതിന് ശേഷം ബ്രൂട്ടസ് റോമൻകാരെ വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടി സീസറിനെ എന്തിനാണ് വധിച്ചതെന്ന് വിശദീകരിച്ചുകൊണ്ട് ചെറുതെങ്കിലും വളരെ ശക്തമായ ഒരു പ്രസംഗം നടത്തുന്നു. Mark Antony, Caesar's friend, seeks Brutus' permission to render a funeral eulogy to Caesar. Caesar's friend Mark Antony asks Brutus for permission to give a speech praising Caesar at the funeral. സീസറിന്റെ സുഹൃത്തായ മാർക്ക് ആന്റണി സീസറിന്റെ സംസ്കാര ചടങ്ങിൽ പ്രസംഗിക്കാനുള്ള അനുമതിക്ക് വേണ്ടി ബ്രൂട്ടസിനോട് അഭ്യർത്ഥിക്കുന്നു. യൂളജി എന്നാൽ മരിച്ചയാളെ പ്രശംസിച്ചു പറയുന്ന പ്രസംഗം. Brutus agrees. Brutus allows it. Brutus അനുമതി നൽകുന്നു. Antony's masterful oration expertly manipulates the emotions of the crowd. Antony's brilliant speech cleverly stirs the emotions of the people. ആന്റണിയുടെ മഹത്തായ പ്രസംഗം ജനങ്ങളുടെ വികാരങ്ങളെ നന്നായി സ്വാധീനിക്കുന്നു. ഒറേഷൻ എന്നാൽ പ്രസംഗം. Manipulate means to cleverly control or influence someone's thinking. സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു. He persuades them to believe that Brutus and the conspirators had selfish motives, and the crowd wants to avenge Caesar's murder. It convinces the crowd that Brutus and others killed Caesar for selfish reasons. This provokes the crowd to take revenge. ബ്രൂട്ടസും മറ്റു ഗൂഢാലോചനക്കാരും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് സീസറെ വധിച്ചതെന്ന് ആന്റണി ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നു. ഇതുകൊണ്ട് അവർ സീസറിന്റെ വധത്തിനുള്ള പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പെർസ്വാഡ് മീൻസ് ടു കൺവിൻസ് ബൈ ആർഗ്യുമെന്റ്, അതായത് മനസ്സിലാക്കിക്കുന്നു. അവഞ്ച് എന്നാൽ പ്രതികാരം ചെയ്യുക. My dear friends, here is an extract from Antony's oration, the first part of the speech, during which the mob have begun to change their minds. ഇവിടെ തന്നിരിക്കുന്നത് ആന്റണിയുടെ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ്. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനങ്ങൾ അവരുടെ മനോഭാവം മാറ്റി തുടങ്ങുന്നു. Let's move on to the lines. Friends, Romans, countrymen.
Lend me your ears. I come to bury Caesar, not to praise him. I want your attention. സുഹൃത്തുക്കളെ, റോമക്കാരെ, ദേശവാസികളെ, നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് നൽകൂ. I came for his funeral, not to praise him. ഞാൻ ഇവിടെ സീസറെ പ്രശംസിക്കാനല്ല, അദ്ദേഹത്തെ സംസ്കരിക്കാൻ മാത്രമാണ് വന്നത്. The evil that men do lives after them. The good is oft interred with their bones. So let it be with Caesar. People are remembered for their bad deeds. ആളുകൾ ചെയ്ത മോശം പ്രവൃത്തികൾ അവരുടെ മരണം കഴിഞ്ഞും ഓർമ്മിക്കപ്പെടുന്നു. Their good deeds are often forgotten after death. അവർ ചെയ്ത നന്മകൾ അവരോടൊപ്പം അടക്കം ചെയ്യപ്പെടുന്നു. Let the same be true for Caesar. സീസറിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആകട്ടെ. Noble Brutus hath told you Caesar was ambitious. If it were so, it was a grievous fault. And grievously hath Caesar answered it. Brutus said Caesar was too ambitious. മഹാനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞത് സീസർ അത്യാഗ്രഹിയായിരുന്നു എന്നാണ്. If that is true, it was a serious mistake. അങ്ങനെയെങ്കിൽ അത് വലിയൊരു തെറ്റായിരിക്കും. ഗ്രീവസ് എന്നാൽ വേദനാജനകമായ. സീസർ ഹാസ് പെയ്ഡ് ഹെവിലി ഫോർ ദാറ്റ് ഫോൾട്ട്. അതിനുവേണ്ടി സീസറിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നു, തന്റെ ജീവൻ തന്നെ. Here, under leave of Brutus and the rest. For Brutus is an honorable man. So are they all honorable men. Come I to speak in Caesar's funeral. I came here to speak at Caesar's funeral. With the permission of Brutus and the rest. സീസറിന്റെ സംസ്കാര ചടങ്ങിൽ സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഇവിടെ ബ്രൂട്ടസിന്റെയും മറ്റു ഗൂഢാലോചനക്കാരുടെയും അനുമതിയോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. For Brutus is an honorable man. Brutus is considered to be a respectable man. Antony is telling this in an ironic way. Let's understand the term irony. Sometimes people say one thing but actually mean the opposite. This creates irony. എന്തെങ്കിലും കാര്യം വിപരീതാർത്ഥത്തിൽ ഉദ്ദേശിച്ചു പറയുന്നതിനെയാണ് ഐറണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രൂട്ടസ് ഒരുപാട് ആദരണീയനായ മനുഷ്യനാണ്. ഇത് ആന്റണി പരിഹാസപൂർവമാണ് പറയുന്നത്. ആന്റണി യഥാർത്ഥത്തിൽ അതിന്റെ വിപരീതമാണ് ഉദ്ദേശിക്കുന്നത്. All the conspirators are called honorable. ഇതും പരിഹാസത്തോടെയാണ് പറയുന്നത്. This also is said with sarcasm. Let's understand the term sarcasm. Sarcasm is a form of speech where someone says the opposite of what they mean, often to mock or criticize in a sharp or humorous way. വിപരീതാർത്ഥത്തിൽ അല്ലെങ്കിൽ പരിഹസിച്ചൊക്കെ പറയുന്നതിനെയാണ് സർക്കാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, ചിലപ്പോൾ മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചിലർ പറയാറില്ലേ, ഓ ഗ്രേറ്റ്, നന്നായിട്ടുണ്ട്. ഇത് വിപരീതാർത്ഥത്തിലാണ് പറയുന്നത്. മറ്റു ഗൂഢാലോചനക്കാരും ആദരണീയരാണ്. ഇത് ആന്റണി പരിഹാസ രൂപേണയാണ് പറയുന്നത്. He was my friend, faithful and just to me. But Brutus says he was ambitious. And Brutus is an honorable man. Caesar was my loyal and fair friend. He never betrayed or wronged me. സീസർ എന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം വിശ്വസ്തനും നീതിയുള്ളവനുമായിരുന്നു. Faithful means loyal, വിശ്വസ്തൻ. Just means fair, righteous, നീതിയുള്ള, ധാർമ്മികനായ. However, Brutus says that Caesar had great ambition. He wanted more power. എന്നാൽ ബ്രൂട്ടസ് പറയുന്നു സീസർ അത്യാഗ്രഹിയായിരുന്നുവെന്ന്. Ambitious means having a strong desire for power or success. അത്യാഗ്രഹമുള്ള. Brutus is considered a respectable man. Antony says it with sarcasm. ബ്രൂട്ടസ് ഒരു മാന്യനാണ്. ആന്റണി പരിഹാസത്തോടെയാണ് ഇത് പറയുന്നത്. Honorable, respected. Noble, മാന്യനായ. He hath brought many captives home to Rome, whose ransoms did the general coffers fill. Did this in Caesar seem ambitious? Caesar brought many prisoners back to home. Caesar ധാരാളം യുദ്ധ തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. Hath means has. Old English for has. ഉണ്ട് എന്നർത്ഥം. Captives, prisoners, തടവുകാർ. The ransom money paid for the captives was added to Rome's treasury.
അവരിൽ നിന്നുള്ള മോചന ധനം റോമിന്റെ പൊതുഭണ്ഡാരത്തെ നിറച്ചു. റാൻസംസ് മീൻസ് മണി പെയ്ഡ് ടു റിലീസ് പ്രിസണേഴ്സ്. മോചനധനം അഥവാ മോചനദ്രവ്യം. കോഫേഴ്സ് മീൻസ് പബ്ലിക് ഫണ്ട്, ഭണ്ഡാരം. ഡസ് ദിസ് ആക്ട് മേക്ക് സീസർ ലുക്ക് ലൈക്ക് ആൻ ambitious person? ഇത് സീസറിന്റെ അത്യാഗ്രഹമാണെന്ന് തോന്നുന്നുണ്ടോ? When that poor have cried, Caesar hath wept. Ambition should be made of sterner stuff. Yet Brutus says he was ambitious. And Brutus is an honorable man. Whenever poor people cried, Caesar cried with them. പാവങ്ങൾ കരഞ്ഞപ്പോൾ സീസറും കരഞ്ഞു. Hath wept means has cried. കരഞ്ഞു. A truly ambitious person should be tough, not soft-hearted like Caesar. അത്യാഗ്രഹമുള്ളവൻ കൂടുതൽ കഠിന സ്വഭാവമുള്ളവനായിരിക്കും. Sterner stuff means stronger nature. ദൃഢമായ സ്വഭാവം, ഉറച്ച മനസ്സുള്ള. Still Brutus keeps saying Caesar was ambitious. എന്നിരുന്നാലും ബ്രൂട്ടസ് പറയുന്നു സീസർ അത്യാഗ്രഹിയായിരുന്നു എന്ന്. മാർക്ക് ആന്റണി സ്പീക്സ് ദാറ്റ് ബ്രൂട്ടസ് ഈസ് an honorable man, but at the same time he presents examples that suggest the opposite. മാർക്ക് ആന്റണി ബ്രൂട്ടസ് ഒരു മാന്യനായ മനുഷ്യനാണെന്ന് പറയുന്നു, പക്ഷേ അതോടൊപ്പം തന്നെ അതിന്റെ വിപരീതാർത്ഥങ്ങൾ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങളും നിരത്തുന്നു. He is speaking ironically here. In some lines he also uses sarcasm to mock Brutus and the conspirators. Antony is casting doubt on Brutus' claim that Caesar was ambitious. ഇവിടെ സീസർ അത്യാഗ്രഹിയാണെന്ന ബ്രൂട്ടസിന്റെ പ്രസ്താവനയെപ്പറ്റി ആന്റണി ജനങ്ങളിൽ സംശയം ഉണർത്തുന്നു. He implies that Caesar did many unselfish things like helping the poor, which is not typical of an ambitious man. സീസർ ചെയ്ത നിസ്വാർത്ഥപരമായ പ്രവൃത്തികൾ ഉദാഹരണങ്ങളിലൂടെ ആന്റണി സൂചിപ്പിക്കുന്നു. അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു അത്യാഗ്രഹിയുടെ സ്വഭാവത്തിന് ഒരിക്കലും പൊരുത്തപ്പെടാത്തതാണെന്നാണ് ആന്റണിയുടെ വാചകത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. By repeating Brutus is an honorable man, Antony pretends to agree, but actually invites the listeners to question Brutus' honor and motives. ബ്രൂട്ടസ് ഒരു മാന്യനായ മനുഷ്യനാണ് എന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആന്റണി യോജിപ്പ് പ്രകടിപ്പിക്കുന്നത് പോലെ കാണിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ പ്രേക്ഷകർ ബ്രൂട്ടസിന്റെ മാന്യതയെയും ഉദ്ദേശങ്ങളെയും ചോദ്യം ചെയ്യണം എന്നുദ്ദേശിച്ചാണ് അദ്ദേഹം ഇത് പ്രകടിപ്പിക്കുന്നത്. You all did see that on the Lupercal. I thrice presented him a kingly crown, which he did thrice refuse. Was this ambition? Even after all these facts, like Caesar refusing the crown, Brutus still claims that Caesar was ambitious. Even though Caesar refused power, Brutus calls him ambitious. Is that fair? പുരാതന റോമിൽ ഫെബ്രുവരി 15 ആഘോഷിച്ചിരുന്ന ഉത്സവമായിരുന്നു ലൂപ്പർകാൾ എന്നത്. ലൂപ്പർകാൾ ഉത്സവത്തിൽ നടന്നത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഞാൻ സീസറിന് 3 തവണയാണ് രാജകിരീടം സമർപ്പിച്ചത്. അദ്ദേഹം 3 തവണയും അത് നിരസിച്ചു. ഇതാണോ അത്യാഗ്രഹമുള്ള വ്യക്തി കാണിക്കുന്ന പെരുമാറ്റം? Yet Brutus says he was ambitious, and sure he is an honorable man. എന്നിരുന്നാലും ബ്രൂട്ടസ് പറയുന്നു സീസർ അത്യാഗ്രഹിയായിരുന്നു എന്ന്. മാർക്ക് ആന്റണി തന്റെ പ്രസംഗത്തിൽ ബ്രൂട്ടസ് ഒരു മാന്യനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനോട് തീരെ പൊരുത്തമില്ലാത്ത രീതിയിൽ സീസറിന്റെ നല്ല പ്രവൃത്തികളാണ് അദ്ദേഹം ഉദാഹരണങ്ങളിലൂടെ കാണിക്കുന്നത്. He says Brutus is honorable while pointing out actions that clearly contradict that claim. Mark Antony uses sarcasm here to make people think Brutus is wrong, but he says it in a clever and indirect way. Brutus പറയുന്നത് തെറ്റാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാർക്ക് ആന്റണി ഇവിടെ സർക്കാസം ഉപയോഗിക്കുന്നു. പക്ഷേ അത് വളരെ ബുദ്ധിപൂർവവും പരോക്ഷമായും ആണ് അദ്ദേഹം പറയുന്നത്. He is planting doubt in the minds of Roman people about Brutus' statement. ആന്റണി ബ്രൂട്ടസിന്റെ പ്രസ്താവനയെക്കുറിച്ച് റോമക്കാരുടെ മനസ്സിൽ സംശയം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൂട്ടസ് ഒരു മാന്യനാണ് എന്ന് ആന്റണി ഇവിടെ പരിഹാസത്തോടെയാണ് പറയുന്നത്. Though Antony says this repeatedly, his real intention is to make the crowd doubt whether Brutus is truly honorable. I speak not to disprove what Brutus spoke, but here I am to speak what I do know. I am not speaking to prove Brutus wrong or to contradict what he said. Mark Antony says this to appear
respectful. But in truth, he is slowly disproving Brutus with logic and emotion. ആന്റണി പറയുകയാണ്, ബ്രൂട്ടസ് പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ സംസാരിക്കുന്നതല്ല. ഡിസ്പ്രൂവ് മീൻസ് ഷോ സംതിങ് ഈസ് ഫാൾസ് ഓർ ഇൻകറക്റ്റ്. തെറ്റാണെന്ന് തെളിയിക്കുക. Here Mark Antony is cleverly pretending to be neutral. He says he is not here to prove Brutus wrong. But he clearly is. And he is using logic and emotional appeal to turn the people against Brutus and the conspirators. But here I am to speak what I do know. I am here only to speak what I truly know from my own experience. Mark Antony says he won't argue with Brutus, but just share what he personally knows about Caesar. ആന്റണി പറയുകയാണ്, ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് എനിക്കറിയാവുന്ന സത്യം മാത്രമാണ്. He continues his clever and emotional appeal. Instead of directly attacking Brutus, he says he is only here to speak the truth that he knows. Which shows Caesar was kind and selfless, not ambitious. ആന്റണിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സീസർ കരുണയുള്ളവനും സ്വാർത്ഥതയില്ലാത്തവനുമായിരുന്നു എന്നതാണ്. You all did love him once, not without cause. What cause withholds you then to mourn for him? All of you once loved Caesar, and you had good reason to love him. Mark Antony reminds the crowd that they once admired Caesar sincerely and were not wrong to do so. എല്ലാവരും ഒരിക്കൽ സീസറിനെ സ്നേഹിച്ചിരുന്നു, കാരണമില്ലാതെയല്ല, കാരണമുണ്ടായിരുന്നു. Once means at one time, ഒരിക്കൽ. Not without cause means there is a reason. കാരണമില്ലാതെയല്ല, അല്ലെങ്കിൽ കാരണം ഉണ്ടായിരുന്നു. Withhold means not to give or allow something. നിഷേധിക്കുക അല്ലെങ്കിൽ തടയുക. Mourn means to feel or express deep sorrow. വിലപിക്കുക. Mark Antony makes an emotional appeal to the people by reminding them of their past love for Caesar. He gently tells them that their love was not without cause, and this prepares the ground for questioning why they have now turned against Caesar. മാർക്ക് ആന്റണി ജനങ്ങൾക്ക് സീസറിനോടുണ്ടായിരുന്ന പഴയ സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് വികാരപരമായി സംസാരിക്കുന്നു. അവർ സീസറിനെ സ്നേഹിച്ചത് ന്യായമായ കാരണങ്ങളാൽ ആണെന്ന് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുന്നു. ഇതുവഴി ഇപ്പോൾ സീസറിനെതിരായി അവർ തിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ ജനങ്ങൾക്കുള്ളിൽ സംശയമുയർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു. മാർക്ക് ആന്റണി challenges the crowd. If you truly had reason to love him before, why aren't you grieving now? ഒരിക്കൽ നിങ്ങൾക്ക് സീസറിനെ സ്നേഹിക്കാൻ കാരണമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വിലപിക്കാൻ എന്താണ് തടസ്സം? Judgment. Thou art fled to brutish beasts, and men have lost their reason. Here, Antony increases emotional pressure. He indirectly accuses the people of being cold and ungrateful. He is asking why they are not crying for the man once they loved. Here, Mark Antony laments that the people are no longer using their intelligence or sense of justice. People have lost their ability to think wisely. They are no longer using reason or understanding. മനുഷ്യർക്ക് അവരുടെ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. മാർക്ക് ആന്റണി is deeply saddened and sarcastic. He says people are not using their brains anymore. They cannot understand what is fair or just. മാർക്ക് ആന്റണി പറയുന്നു, ജനങ്ങൾ തങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല, എന്താണ് നീതിയും ന്യായവുമെന്ന് അവർക്കിനിയും മനസ്സിലാകുന്നില്ല. It is like animals have more sense than humans now. മൃഗങ്ങൾക്ക് പോലും മനുഷ്യരെക്കാൾ കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു. മാർക്ക് ആന്റണി അതീവ ദുഃഖത്തോടെയും പരിഹാസപൂർവവുമാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ തങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് നീതിയെന്നും നീതിയില്ലായ്മയെന്നും ഒക്കെ അവർ തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ മൃഗങ്ങൾക്കാണ് മനുഷ്യരെക്കാൾ കൂടുതൽ വിവേകമുള്ളത് എന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. Bear with me. My heart is in the coffin there with Caesar, and I must pause till it come back to me. Please be patient with me.
My heart is broken and lies in the coffin along with Caesar. Mark Antony tells the crowd to excuse his pause and emotion because he is deeply hurt by Caesar's death. ദയവായി എന്നോടൊപ്പം സഹകരിക്കൂ. എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്. എന്റെ ഹൃദയം സീസറിന്റെ ശവപ്പെട്ടിയുടെ കൂടെയാണ്. Please be patient with me. My heart is broken and lies in the coffin along with Caesar. ഞാൻ അതീവ ദുഃഖിതനാണ്. എന്റെ ഹൃദയം സീസറിന്റെ ശവപ്പെട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തുടർന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്റെ മനസ്സും ധൈര്യവും തിരികെ വരുമ്പോൾ ഞാൻ വീണ്ടും സംസാരിക്കാം. Antony and Caesar were close friends. He is truly heartbroken by Caesar's murder. He genuinely feels grief for Caesar, but he also uses that grief cleverly to influence the Roman crowd. ഞാൻ അതീവ ദുഃഖിതനാണ്. എന്റെ മനസ്സ് എന്നിലേക്ക് തിരികെ വരും വരെ എനിക്ക് കുറച്ചു സമയം നിശ്ചലമായി നിൽക്കേണ്ടതുണ്ട്. സംസാരിക്കാൻ കഴിയില്ല. Mark Antony pretends to be overwhelmed with grief, but he is also smartly using the silence to stir emotions in the crowd. Mark Antony's speech is a masterful blend of true emotion and clever persuasion. മാർക്ക് ആന്റണിയുടെ പ്രസംഗം വികാരപരവും ബുദ്ധിപൂർവമായ തന്ത്രവും ചേർന്നിട്ടുള്ളതാണ്. His powerful words possess irony. He slowly turns the Roman people against the conspirators. അദ്ദേഹത്തിന്റെ ശക്തമായ വാക്കുകളും മൗനവുമടക്കം ഓരോ ഘട്ടത്തിലും ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ സഹായിച്ചു. His speech shows us how language, when used wisely, can move hearts and change history. ഭാഷ ശരിയായി ഉപയോഗിച്ചാൽ അത് മനസ്സുകളും ചരിത്രവും ഒക്കെ മാറ്റാൻ കഴിയുമെന്ന് മാർക്ക് ആന്റണിയുടെ ഈ പ്രസംഗത്തിലൂടെ കാണിച്ചു തരുന്നു. നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ 30ാമത്തെ പേജിൽ ഗ്ലോബ് തിയേറ്ററിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഗ്ലോബ് തിയേറ്റർ? The Globe Theatre was a famous open-air theatre in London where many of Shakespeare's plays were performed. It was built in 1599 by Shakespeare's Playing Company. ഗ്ലോബ് തിയേറ്റർ എന്നത് ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ തുറന്ന തിയേറ്റർ ആയിരുന്നു. ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ ആദ്യമായി അവിടെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. 1599 ഇത് നിർമ്മിക്കപ്പെട്ടത്. After Mark Antony's speech, the crowd turns against the conspirators and seeks to avenge Caesar's murder. മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തിന് ശേഷം ജനക്കൂട്ടം ഗൂഢാലോചനക്കാർക്കെതിരെ തിരിയുകയും സീസറിന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യുന്നു. The conspirators led by Brutus and Cassius realize the danger and flee. ബ്രൂട്ടസും കാസിയസുമാണ് ഗൂഢാലോചനക്കാരുടെ നേതാക്കന്മാർ. അവർ അപകടം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുന്നു. Flee means to run away from danger. രക്ഷപ്പെടുക. Mark Antony, having successfully manipulated the crowd, emerges as a leader gathering support from the people of Rome. ജനക്കൂട്ടത്തെ വിജയകരമായി സ്വാധീനിച്ചതിന് ശേഷം മാർക്ക് ആന്റണി റോമിലെ ജനങ്ങളുടെ പിന്തുണ നേടുന്ന നേതാവായി മാറുന്നു. He, along with Octavius, Julius Caesar's nephew, and others, leads the battle which results in the defeat and death of the conspirators. ജൂലിയസ് സീസറിന്റെ സഹോദരപുത്രനായ ഒക്ടേവിയസും മറ്റുള്ളവരുമായും ചേർന്ന് ഗൂഢാലോചനക്കാർക്കെതിരെയുള്ള യുദ്ധത്തിന് നേതൃത്വം നൽകുന്നു. ആ യുദ്ധത്തിൽ ഗൂഢാലോചനക്കാർ പരാജയപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ തന്നിരിക്കുന്ന മാർക്ക് ആന്റണിയുടെ സ്പീച്ച് വില്യം ഷേക്സ്പിയറിന്റെ പ്രശസ്ത നാടകമായ ജൂലിയസ് സീസറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. Now let's get familiar with the author, William Shakespeare. The very famous poet, playwright and actor William Shakespeare was born in 1564 in Stratford-upon-Avon, England. പ്രശസ്ത കവിയും നാടകകൃത്തും നടനുമായ വില്യം ഷേക്സ്പിയർ 1564 ഇംഗ്ലണ്ടിലെ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ആവനിൽ ജനിച്ചു. He is known as the Bard of Avon, England's national poet. ഇംഗ്ലണ്ടിന്റെ ദേശീയ കവി എന്ന പേരിലാണ് ഷേക്സ്പിയർ അറിയപ്പെടുന്നത്. Shakespeare's extant works include 38 plays, 154 sonnets and 3 long narrative poems. അദ്ദേഹം 38 നാടകങ്ങൾ, 154 സോണറ്റുകൾ, 3 ദീർഘമായ കവിതകൾ എന്നിവ രചിച്ചിട്ടുണ്ട്. He is best known for his 4 great tragedies:
ഹാംലെറ്റ്, ഒഥല്ലോ, കിങ് ലിയർ, മാക്ബത്ത് എന്നീ 4 മഹത്തായ ദുഃഖ നാടകങ്ങളിലൂടെ അദ്ദേഹം ഏറ്റവും പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തി ഇന്നും മായാതെ നിലനിൽക്കുന്നു. His creative life came to an end in 1616 at the age of 52. 1616 52-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ കർമ്മനിരതമായ ജീവിതം അവസാനിച്ചു. He is one of the greatest writers in the English language. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മഹാന്മാരായ എഴുത്തുകാരിൽ ഒരാളാണ്. And that's all for today's class. Thank you for joining me. I hope the explanations were clear to you. If you enjoy my classes, subscribe, share and press the bell icon to get notifications for more videos. Thank you and have a wonderful day.